ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെയും പോലെ തന്നെ അരി അടുപ്പത്തിടാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഇളക്കി കൊടുക്കാം. അരി ഇളക്കി കൊടുത്ത് ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ. അരി ഇത് തിളച്ച അരി ഇറക്കി റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പൊ ഇന്ന് ഉച്ചത്തെ തോരൻ ഇതാണ്. ക്യാപ്സിക്കം 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സവാള നമുക്ക് മരിഞ്ഞെടുക്കാം. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിരിക്കും. ഇതിലേക്ക് അല്പം തിളച്ച് ഒഴിച്ചു കൊടുക്കും. ഒന്ന് അടച്ചു വെച്ചു കൊടുക്കും. ഇന്ന് ഇഡലി സാമ്പാറാണ്. അതിലേക്കുള്ള പരിപ്പും സവാളയും പച്ചമുളകും ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ഇഡലിക്കുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഇഡലി റെഡിയാക്കാം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളുണ്ട്. സാമ്പാറിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതർത്ഥം വേണം. ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഊറ്റിയെടുക്കും. ഇഡലി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡലി റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കും. ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നമുക്ക് സാമ്പാറിനൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ചോറ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം തോർത്തിയെടുക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ആയതുകൊണ്ട് ഇതിന് മുളക് വേറെ പ്രത്യേകിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ക്യാപ്സിക്കത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കാപ്പി ഇതാണ്. ഇഡലി, സാമ്പാർ, ഉഴുന്ന് ചമ്മന്തി, കട്ടൻ. അടുത്ത ഉച്ചപരിപാടി നോക്കാം. ഞാൻ ഇന്ന് നൊത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. നുള്ളി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ഞാനിവിടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ നമുക്കിതിൽ മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് മീൻകറി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മീൻകറി തുറന്നു നോക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫാക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നൊത്തോലി ഒന്ന് ഫ്രൈ ആക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൂടെ തന്നെ നമുക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് ഇതാണ്. സാമ്പാർ, കാപ്സിക്കം തോരന്, നൊത്തോലി വറുത്തത്, ചോറ്. ഇതാണ് ഇന്നത്തെ കറി. അപ്പോൾ ഇഡലിക്ക് സാമ്പാർ വെച്ചപ്പോൾ ഉച്ചത്തേക്ക് കൂടെ ചേർത്താണ് വെച്ചത്. അപ്പം നമ്മുടെ കറികളൊക്കെ ഇന്ന് ഇതാണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള പണി എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.